It's a never-ending battle of making your cars better. The real passionate makes it even better. And of course, it's a legal way to have fun. Time to meet those passionates. RPM, Real Passion for Machine. ഹായ്, എൻ്റെ പേര് ജിത്തു. ഈ കാർ വന്നിട്ട് ഹോണ്ട സിവിക് ആണ്. 2007 ഹോണ്ട സിവിക് 1.8 ലിറ്റർ. ഇതിൻ്റെ മെയിൻലി മോഡിഫൈ ചെയ്യാൻ കാരണം ഇതിനോട്ടുള്ള പാഷനാണ് മെയിനായിട്ട്. ചെറുപ്പം മുതലേ ഇതിനോട് ക്രേസും ഉണ്ട്. അപ്പം ബേസിക്കലി വർക്ക് ചെയ്യുന്ന സമയത്തും ചെറിയ ചെറിയ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങൾ ചേഞ്ച് ചെയ്ത് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2 years കൊണ്ടാണ് ഞാൻ ഈ വണ്ടി സത്യം പറയാൻ ടോട്ടലി ഒരു ഓവർ ചേഞ്ച് ചെയ്തത്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ വണ്ടിയിൽ പെയിൻറ്റിങ് ഒരു ലെമൺ യെല്ലോ ആണ് ഈ കളറ്. ബേസിക്കലി ഇതൊരു ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു ഗ്രീനിഷ് കളറിലേക്ക് വരും. പിന്നീട് ഇതിൻ്റെ കിറ്റ് വന്നിട്ട് ഇമ്പോർട്ടഡ് കിറ്റാണ്, ദുബായിൽ നിന്ന് എത്തിച്ചതാണ്. പിന്നീട് ഈ വണ്ടിയുടെ എൻജിൻ പെർഫോമൻസ് ബേസിൽ പറയുകയാണെങ്കിൽ സിമോട്ടോ എയർ ഫിൽറ്റർ, ഹെഡേഴ്സ്, പിന്നെ ADN പ്ലഗ്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഹെഡേഴ്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ 2 ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് നമുക്ക് സൗണ്ടിൻ്റെ ബെനിഫിറ്റും, രണ്ടാമത്തത് നമുക്ക് മൈലേജ് ലൈക്ക് 3 to 4 kilometers മൈലേജ് പ്ലസ് കിട്ടും. ഈ വണ്ടിയിൽ പിന്നെ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ ആണ്. ഇൻറ്റീരിയർ ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രണ്ട് സീറ്റ്സ് അഡ്ജസ്റ്റിംഗ് സീറ്റ് തന്നെ സ്പോർട്സ് സീറ്റ് ആക്കിയതാണ്. ആൻഡ് ബാക്ക് സീറ്റ്സ് ഓൾസോ നോർമലി വരുന്നതിനെക്കാട്ടും ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ പെയിൻറ്റിങ്സ്, ദെൻ റൂഫ് പെയിൻറ്റിങ്, ഇൻറ്റീരിയറിൽ RP മീറ്റേഴ്സ് ആൻഡ് ചെറിയ മീറ്റേഴ്സ്, ഡെഫി, വോൾട്ട്, ടെമ്പറേച്ചർ, ഇതുപോലത്തെ ചെറിയ ചെറിയ മീറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു മീറ്റേഴ്സിൻ്റെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറയാനൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ RPM കയറുന്നതിൻ്റെയും അതുപോലെ തന്നെ ഈ മീറ്റേഴ്സിൻ്റെ നമ്മുടെ വോൾട്ട്, ടെമ്പറേച്ചർ, ഇതുപോലെ ചെറിയ സെയിം നമുക്ക് കാണുന്നതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ മീറ്റേഴ്സ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിൽ മറ്റൊന്ന് പ്രത്യേകം പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. മ്യൂസിക് സിസ്റ്റം ഹെഡ് വന്നിട്ട് ബ്ലോപങ്ക്സ് ആണ്. അതിൽ തന്നെ ബ്ലൂടൂത്ത് ആൻഡ് റിവേഴ്സ് ക്യാമറ, GPS, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് സിസ്റ്റം ചെയ്തിരിക്കുന്നത് ബാക്കിൽ 2 സബ് വൂഫേഴ്സാണ്, കിക്കറിൻ്റെ സബ് വൂഫേഴ്സാണ് വെച്ചിരിക്കുന്നത്. അതിൽ 12 inch ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് 3 ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. കിക്കറിൻ്റെ തന്നെ 3 ആംപ്ലിഫയറും പിന്നെ അപ്പച്ചിയുടെ ഫിൽറ്റേഴ്സുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പെർഫോമൻസ് മെയിനായിട്ട് നമ്മളത് ഹെയർ ചെയ്യുമ്പം അതൊരു ശരിക്കും ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് ഇതിൻ്റെ സ്റ്റിയറിംഗ് വന്നിട്ട് നോർമലി വരുന്നൊരു സിവിക്കിൻ്റെ സെയിം സ്റ്റിയറിംഗ് തന്നെയാണ്. ഈ സെയിം സ്റ്റിയറിംഗ് തന്നെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റിയറിംഗ് വന്നിട്ട് പൊതുവേ സിവിക്കിൻ്റെ സ്റ്റിയറിംഗ് നല്ല സ്പോർട്ടിയാണ്. അതിൽ കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് ലെതർ വർക്ക്സും കൂടി ആയപ്പോൾ കുറച്ചുകൂടി സ്പോർട്ടിയാക്കി. പിന്നെ ഇതിൻ്റെ വേറൊന്ന് പറയാനുള്ളത് സൈഡ് മിറേഴ്സ് വന്നിട്ട് സ്പൂൺ മിറേഴ്സ് എന്നാണ് ഇതിന് പറയാറ്. കുറച്ചുകൂടി കുറച്ച് ചെറിയതാണ്. നമ്മളെ ഫെറാറി കാർസിനൊക്കെ കാണുന്ന പോലത്തെ ചെറിയ കുഞ്ഞു മിറേഴ്സാണ്. ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്.
ഇതിൽ മെയിൻ ഫാക്ടർ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒരു കാറിൻ്റെ മെയിനായിട്ട് വരുന്നത് അലോയ്സ് ആണ്. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ആ ഒരു ഫാക്ടർ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ വണ്ടീൻ്റെ മെയിൻ ഫാക്ടർ പോയി എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ 75% വീൽസാണ് ഒരു വണ്ടിയുടെ പ്രത്യേകത. ഇതിൻ്റെ വീൽ വന്നിട്ട് TSW 18 ഇഞ്ച് 10.5J വീലാണ്. ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത വീലാണ്. 4 സ്പ്രിങ്സും സസ്പെൻഷനും ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അത് കുറച്ചുകൂടി ലോവർ ഫീലിംഗ് കിട്ടാനും പിന്നെ ഒരു സ്പോർട്ടി ലുക്കിനും വേണ്ടിയിട്ടാണ്. കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ റോഡ് അത്ര നല്ലതല്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് സിവിക്കിനെ കമ്പയർ ചെയ്ത് ഇതിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഫാക്ടർ വണ്ടിയുടെ ക്ലിയറൻസ് ആണ്. വണ്ടിയുടെ ക്ലിയറൻസ് വന്നിട്ട് ഓൾമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് ഒരു മൊബൈലിൻ്റെ ആ സ്പേസേ ഉള്ളൂ നമുക്ക് റോഡും വണ്ടിയും തമ്മിൽ. പിന്നെ പവറിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ലൈക്ക് നമുക്കൊരു ഇനീഷ്യൽ ആണെങ്കിലും ഈ ഹെഡേഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് പൊതുവേ നമുക്ക് സിവിക്കിൽ കിട്ടുന്നതിനെക്കാട്ടും ഒരു 20 to 25% അഡീഷണൽ നമുക്ക് പുള്ളപ്പും അതുപോലെ തന്നെ മൈലേജും 3 to 4 കിലോമീറ്റേഴ്സ് മൈലേജും കിട്ടിയിരുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത് സ്റ്റോക്കിൻ്റെ എന്താ പറയുക, നമ്മുടെ വീൽസ് 15 ഇഞ്ച് വീൽസാണ് കറൻറ്റ്ലി സ്റ്റോക്ക് വീൽസ് വരാറ്. ഇത് നമ്മൾ 18 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 19 and 20 ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ സസ്പെൻഷൻ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണ്. പിന്നെ ഐ ആം വെരി മച്ച് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഒരു BMW അല്ലെങ്കിൽ ഓഡി കാറ് പോകുകയാണെങ്കിലും അതിനിടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വ്യൂവേഴ്സാണ് നമ്മൾ ഈ വണ്ടിക്ക് ഉള്ളത്.